ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് വേറെ ഒന്നുമല്ല, അതായത് നമ്മളെ ലവ് സ്റ്റോറിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ആക്ച്വലി 10th പഠിക്കുന്ന സമയമാണ് നമ്മള് മീറ്റ് ചെയ്തതും നമ്മള് എന്താ പറയാ കമ്മിറ്റഡ് ആവുന്നതും എല്ലാം 10th വെച്ചിട്ടാ. 10th വളരെ ബിഗ് സ്റ്റോറിയാണ്. അപ്പം അതിന് മുന്നേ എനിക്ക് അവൻ അറിയാ, ലൈക്ക് എന്താ പറയാ, അറിയാന്ന് ചോദിച്ചാല് എന്റെ വീട്ടിന്റെ കുറച്ച് പോണം അവന്റെ വീട്ടിലേക്ക്. അപ്പൊ അത്ര ദൂരേ ഉള്ളൂ അവന്റെ വീട്ടിന്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എനിക്ക് അവന്റെ വീട്ടിലേക്ക് നടന്നിട്ട് പോവാ, അവൻക്ക് എന്റെ വീട്ടിൽ നടന്നിട്ട് വരുന്ന ദൂരേ ഉള്ളൂ. അത്ര ചെറിയൊരു കിലോമീറ്റർ നടക്കണം. അപ്പം അങ്ങനെ പക്ഷെ ഞാൻ ഈ ഏട്ടൻ എല്ലാ സമയം കാണലുണ്ട്. അപ്പോ ഇങ്ങനെ നല്ലോണം ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യനാണ്. അതായത് നല്ലോണം ക്രിക്കറ്റ് കളിക്കൂ, നല്ലോണം പാട്ട് പാടൂ, എന്നെ പോലെ തന്നെ ഭയങ്കര നല്ലോണം റീല് ചെയ്യൂ. ഞാനും നല്ലോണം റീല് ചെയ്യുന്ന കൂട്ടത്തിലാണ്, റീലും ചെയ്യും എല്ലാം. ഐ എം സോ ടാലന്റഡ്. ഞാൻ എന്നെ പറ്റി പോക്കി പറയുന്നൊന്നല്ല. ഞാൻ നല്ലോണം റീൽ ചെയ്യൂ, ഡാൻസ് കളിക്കൂ, പാട്ട് പാടൂ, കുക്ക് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പം അങ്ങനെ ഇവര് ഞാൻ എപ്പോ കാണുന്ന വെച്ചാല് ഞാൻ 8th പഠിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, അപ്പോ ആ അഫെയർ അത്ര ശരിയില്ലാത്തൊരു റിലേഷൻ ആയിരുന്നു. അപ്പം പുള്ളി ഹിന്ദു, ഞാൻ മുസ്ലിം. അതൊന്നല്ല, അതൊക്കെ പോട്ടെ, പക്ഷെ അത് ശരിയാവും തോന്നിയിട്ടില്ല. അപ്പം പിന്നെ അത് വിട്ട്, രണ്ടാളും വിട്ട്. അപ്പം എന്താ പറയാ, അതിനുശേഷമാണ് ഇവരെ പരിചയപ്പെടുന്നത്. അപ്പം ഇവരെ എനിക്ക് മുന്നേ മനസ്സിലുണ്ടായിനി. കാരണം ഈ ഏട്ടന് ഞാൻ കുറച്ച് ചെറുതാ. അപ്പൊ ഈ ഏട്ടന് എന്ന് പറഞ്ഞാല് വണ്ടി ബൈക്ക് എന്ന് ഏത് ബൈക്കാന്ന് കമ്പനിന്ന് ഓർമ്മയില്ല, റെഡ് ബൈക്കാണ്, റെഡ് ബ്ലാക്കും ബൈക്ക്. അപ്പോ ബൈക്കിലോട്ട് പോകുമ്പോൾ നല്ല നോക്കലും ഉണ്ട്, ഞാൻ ചിരിക്കലും ഉണ്ട്. ചെറുതിലേ അറിയാം, ചെറുതിലെ മീൻസ് ഞാൻ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയം അറിയാം. ഞാൻ ഷോപ്പിലൊക്കെ പോകുമ്പോ കാണലും ഉണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ചെറിയൊരു ക്രഷ് ആദ്യം അടിച്ച്. പിന്നെ 10th എത്തിയപ്പോ എനിക്ക് ഭയങ്കര എന്റെ ലവ് സ്റ്റോറിനെ പറ്റി ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനും അത്ര നല്ല ലവ് സ്റ്റോറി. കാരണം നമ്മൾ കുറേ ഈ ലവ് സ്റ്റോറിന്റെ ഇടയിൽ നമ്മൾ ഈ മാരേജ് ആ ഒരു ഇതിൽ വരുമ്പോ നമ്മള് ആ ഒരു സെക്ഷനിൽ വരുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് കുറെ കഷ്ടപ്പെട്ടിന്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് 10th നമ്മള് ഇഷ്ടാന്ന് പറയുന്നതും ബട്ട് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്ത്, പുള്ളി എന്റെ ബാക്ക് നീ നടക്കും. അപ്പൊ എനിക്ക് തോന്നി ഇത് സെറ്റ് ആവും തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നോട് ചോദിച്ചു, ഇൻസ്റ്റ ഐ ഡി ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഫോണും ഇല്ല, ഇൻസ്റ്റ ഐ ഡി ഒന്നും ഇല്ല, ഞാൻ മാമന്റെ അക്കൗണ്ട് തരാം. മാമന്റെ അക്കൗണ്ട് കൊടുത്ത്, അതായത് എന്റെ മമ്മയുടെ ബ്രദറിന്റെ അക്കൗണ്ട് കൊടുത്ത്. അപ്പോ ആൾക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനും പിന്നെ അങ്ങനെ ഇതൊന്നും അങ്ങനെ അറിയില്ല. അപ്പം പിന്നെ ഓരോ ഫോണും അങ്ങനെ പാസ്വേഡ് ഒന്നും ആക്കാത്ത ഫോൺ. അപ്പൊ ഞാൻ വേഗം ആ ഐ ഡി കൊടുത്ത്. മമ്മന്റെ ഫോൺ അങ്ങ് പാസ്വേഡും അറിയില്ല, തെരുത്തുമില്ല. മാമന്റെ പണി ഞങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എടുക്കാം. ഒരു വാഷ്റൂം പോകുന്ന സമയത്ത് കൂടുതൽ ഞാൻ രാത്രി ലേറ്റ് നൈറ്റുള്ള മെസ്സേജിൽ അയക്കലുണ്ട്. അപ്പൊ അങ്ങനെ ഐ ഡി കൊടുത്ത് പിന്നെ അതില് റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ച് കളിച്ച്. പിന്നെ 10th എന്റെ വീട്ടിലൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞ് വീട്ടിലറിഞ്ഞ് അന്നേരം വലിയ പ്രശ്നമായി. പിന്നെ സ്കൂള് ഞാൻ 10th പഠിക്കുന്ന സമയം ഞാൻ വെച്ചാൽ അയ്യോ സ്കൂളെല്ലാം ഇനി ബ്ലോക്കായി, ഇനി പോവാനും പഠിപ്പിക്കാനൊന്നും വിടൂല, പഠിക്കാനും അങ്ങനൊന്നും വിടില്ല, പുറത്തേ വിടില്ലാന്ന് വിചാരിച്ചേ. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും കളിക്കൂല. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഏട്ടനെ കണ്ടിട്ട് എനിക്ക് വിടാനേ തോന്നൂല. കാരണം അത്ര നല്ല ക്യൂട്ട് ഫേസ് ആണ്. കാരണം ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ പറ്റി ഇപ്പൊ ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ എന്റെ കസിൻസ് ചോദിക്കലുണ്ട് നിന്റെ ലവർ എങ്ങനെയാണ് കാണാൻ. ഞാൻ പറയും നല്ല ടോളാണ്, എന്നെക്കാളും ടോളാണ്. നമ്മള് തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്, ഏജ് ഡിഫറൻസ് ഉണ്ട്, പിന്നെ എന്താ പറയാ റിലീജിയനും വേറെതാണ്. അപ്പൊ പുള്ളി നല്ല ഹൈറ്റാണ്, നല്ല ഹൈറ്റാണ്. എന്നെക്കാളും എത്രയോ ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പോ പിന്നെ വെച്ചാല് എന്റെ ഹസ്ബൻഡിനെ പറ്റി ഞാൻ ഡിസ്ക്രൈബ് എങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. എന്റെ കസിൻസ് ചോദിക്കും ലവർ എങ്ങനെയൊക്കെയാണ്. അപ്പോ എന്റെ ബെസ്റ്റ് എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു കസിനാ ഉള്ളൂ, എന്റെ മമ്മന്റെ സിസ്റ്ററിന്റെ മോള് അഷ്യ എന്ന് പറഞ്ഞിട്ട് പേര്. അഷ്യ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്. അപ്പൊ അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ലേറ്റർ ഓൺ ഞാൻ എന്റെ കസിൻസിനോടെല്ലാം പറഞ്ഞ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. അപ്പൊ അവരൊന്നും അങ്ങനെ എതിർത്തിട്ടില്ല. അപ്പോ ഓക്കെ, എന്റെ കൂടെ തന്നെ ഫുൾ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എന്റെ വീട്ടുകാരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടല്ലോ അങ്ങനെ എന്താ പറയാ, പിന്നെ അവര് എന്നെ കൈവിട്ടു പോയി. അതൊന്നും നല്ല വിഷമമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ലവർ എങ്ങനെയാ കാണാന്ന് വെച്ചപ്പോ നമ്മൾ നല്ല ഹൈറ്റ്, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്, നല്ല ഫെയർ ആണ്, ഭയങ്കര നല്ല കളറാണ്. പിന്നെ എന്താ പറയാ നല്ല ക്യൂട്ട് റെഡ് ലിപ്സ് ആണ്.
നല്ലൊരു രസമാണ് കാണാൻ. അപ്പം നമ്മള് പിന്നെ 10th നിന്നൊക്കെ നമ്മള് വീട്ടില് കുറെ പ്രശ്നമായി പിടിച്ച്. ആദ്യം ടെക്സ്റ്റ് മെസ്സേജിലൂടെ പിടിച്ചത്, അത് ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ അയച്ച് അങ്ങനെ പിടിച്ച്. അപ്പം എന്താ പറയാ, ഫുള്ള് പ്രശ്നമായി. പിന്നെ നമ്മള് സിറ്റി സെന്ററിൽ പോയിന്, കണ്ണൂർ സിറ്റി സെന്ററിൽ പോയപ്പം അവിടുന്നും പിടിച്ച്, അവിടുന്ന് ഇഷ്യൂ ആയി. അപ്പം പിന്നെ ഫുൾ പോലീസ് കേസും അത് ഇതുള്ളായി. പിന്നെ ഓക്കെ അതെല്ലാം വിട്, അങ്ങനത്തെ കുറച്ച് കേസൊക്കെ ആയി. അത് എന്താ പറയാ, എന്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും എനിക്ക് ഇവനെ വിടാൻ കഴിയില്ല. കാരണം എനിക്ക് അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് പണ്ടേ കാണുന്ന ആളുവാന്ന്. എനിക്കങ്ങനെ പിന്നെ എനിക്ക് ആക്ച്വലി നെയിമൊന്നും എനിക്കറിയില്ല, പേരു അത് ഇതൊന്നും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ഫാമിലി ഒന്നും എനിക്കറിയണ്ടായിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വഴി എങ്ങനെയും പേര് മനസ്സിലാക്കി. സാംസൺ പ്രജുലേഷൻ അത് വരാം, പക്ഷെ ഞാൻ വിളിക്കുന്നത് സാമു എന്നാണ്. അപ്പൊ എനിക്കറിയില്ലല്ലോ ഈ ഏട്ടനെ പറ്റി, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കൂ, എന്റെ ഫ്രണ്ടിനോട് ചോദിക്കൂ, ഫ്രണ്ടിന്റെ വീട്ടിനടുത്താണ് ഇവന്റെ വീട്. അപ്പൊ ഞാൻ ചോദിക്കൂ, ഒരു ഏട്ടനില്ലേ നല്ല ഹൈറ്റ് ആയിട്ട് ഒരു ബാഗ് ബാക്കിലിട്ടിട്ട്, എല്ലാ സമയം ബാഗ് ഉണ്ടാവും ബാക്കില്, ഒരു റെഡ് ബാഗാണ് ആ സമയത്ത് ഉണ്ടായ റെഡാണ്, ഇപ്പൊ ബ്ലൂവും ബ്ലാക്കും ആണുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കും, അന്നേരം പറയൂ ആ ഏട്ടൻ എങ്ങനെയാ ചോദിക്കൂ. ഞാൻ പറഞ്ഞാ നല്ല ഏട്ടനാണ്, നല്ല ക്രിക്കറ്റെല്ലാം കളിക്കൂ, നല്ല പേഴ്സണാലിറ്റി, നല്ല സ്വഭാവമുള്ള ആളാണെന്നെല്ലാം പറയും. എല്ലാവരും ഭയങ്കര കാര്യമാണെന്നെല്ലാം പറഞ്ഞു. അപ്പം ഓക്കെ. പിന്നെ ഇവിടെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ കുറെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഹറാസ്മെന്റ് ഒക്കെ ഉണ്ടായിന്, സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിന്. അപ്പൊ അങ്ങനെ ആ ഒരു കേസും പ്രശ്നമുള്ളായി. പിന്നെ എന്താ പറയാ, പിന്നെ എന്റെ പഠിപ്പേ ഫുള്ള് പോയി. പിന്നെ ഞാൻ ഓൺലൈനിലാണ് പഠിച്ചത്, +1 +2 വരെ പഠിച്ചത് ഓൺലൈനിലായിരുന്നു. NIOS ഓപ്പൺ സ്കൂളാണ് പഠിച്ചത്. അപ്പോ +1 +2 10 മാസം കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ഞാന് കുറച്ച് കോളേജിലൊക്കെ കൊടുത്തു. എന്നിട്ട് എനിക്ക് SM കോളേജിൽ കിട്ടി. എന്റെ വീട്ടിനടുത്തുള്ള കോളേജ്. എനിക്ക് ബസ്സിലൊന്നും പോകണ്ട, നടന്നിട്ട് പോകേണ്ട ഡിസ്റ്റൻസ് ഉള്ളൂ, കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ അങ്ങനെ കോളേജിൽ കിട്ടി. കോളേജ് ഞാൻ BA ഇംഗ്ലീഷ് എനിക്ക് കിട്ടി, BA ഇംഗ്ലീഷ് ഗ്രൂപ്പ് കിട്ടി. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയവും നമ്മള് പിന്നെ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ എന്റെ ആളില്ലേ സാമും ഞാനും ഈ കോളേജ് ടൈം കുറെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. എവിടെ, പാലക്കാട് തട്ട്. ഫസ്റ്റ് ടൈം ഞാൻ പോയ സാമിന്റെ കൂടെയാണ്. ഫാമിലിയിൽ പോയിട്ടുണ്ട്, പക്ഷെ എന്നെ കൂട്ടിയില്ല. എന്നെ അധികം എവിടെയും കൂട്ടലൊന്നുമില്ല. അതുകൊണ്ട് എന്താ പറയാ, പിന്നെ എനിക്ക് അതിന്റെ ഭാഗ്യം കിട്ടിയത് പാലക്കാട് തട്ട്. പിന്നെ എവിടെ നമ്മൾ പോയി, പിന്നെ കുറെ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മൂവി ഞാൻ ആകെ കണ്ടത് ഒറ്റ മൂവി, എന്റെ ഫാമിലിന്റെ കൂടെ കണ്ട ഒറ്റ മൂവിയുള്ളൂ. അതും എന്നും നിന്റെ മൊയ്തീന് മാത്രം കണ്ടതാണ്. അപ്പം പിന്നെ ഓരങ്ങനെ എന്നെ എവിടെയും അങ്ങനെ കൂട്ടലൊന്നുമില്ല. സങ്കടം ഉണ്ട്, സങ്കടം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഭയങ്കര ഒരു അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ആയി. അപ്പൊ അങ്ങനെ എന്താ പറയാ, വീട്ടിൽ നിന്ന് ആർക്കും ഒരു ഇതില്ല എന്നോട്, ഞാൻ എന്തോ അവരെ ചെയ്ത പോലെ. കാരണം ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ മാനം സൂക്ഷിക്കണം. അപ്പൊ എനിക്ക് ഉണ്ടായ കുറെ സെക്ഷൽ ഹരാസ്മെന്റ്. അപ്പൊ അത് ഞാൻ കേസ് കൊടുത്ത ശേഷം എന്നോട് അങ്ങനെ ആരും സംസാരിക്കലും മിണ്ടലൊന്നുമില്ല. അത് സ്വന്തം പാരന്റ്സും ആയിക്കോട്ടെ, ഒന്നും അവരങ്ങനെ സംസാരിക്കലൊന്നുമില്ല എന്നോട്. അപ്പൊ അങ്ങനെ വലിയൊരു മൈൻഡ് വരില്ല, ആരും ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത്, നമ്മള് ഫുള്ള് കഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ, കുറെ സ്നേഹിച്ച് ആരും കാണാണ്ട് വീട്ടുകാർക്കെല്ലാം വീട്ടുകാരെന്നോട് ചോദിച്ചു ഇപ്പൊ ഓനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ. ഞാൻ പറഞ്ഞില്ല, ആരുമായിട്ടില്ല, ആരും നമുക്ക് റിലേഷൻ ആരും ഇല്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അങ്ങനെ, പക്ഷെ എന്റെ മനസ്സിൽ ഓന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ മനസ്സിൽ വേറെ ആരും ഉണ്ടായില്ല ആ സമയം. അപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഒരു പ്രാവശ്യം മൂവി കാണാൻ പോയപ്പോ നമ്മളെ കൈയോടെ പിടിച്ച് എന്റെ ഫ്രണ്ട്സിനാണ് ഒറ്റ കൊടുത്തത്. അതാ പറഞ്ഞ, എല്ലാ ഫ്രണ്ട്സ് നമ്മളിപ്പോ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചില ഫ്രണ്ട്സ് ആവശ്യത്തിന് നമ്മളെ വേണ്ടാന്നും വെക്കൂ, എന്താ പ്രോബ്ലംസ് വന്നാൽ അവര് നമ്മൾ ഇട്ടിച്ചിട്ട് പോകും. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ, എന്റെ സാം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വൃത്തിയായിട്ട പ്രോബ്ലംസിൽ കൂടെ നിന്ന ആളാണ്, അന്നും ഇന്നും അതെ. അതുകൊണ്ട് ഒരിക്കലും എന്റെ സാമിനെ എന്റെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യില്ല. എന്നോട് വീട്ടുകാർ പറഞ്ഞ ആക്സെപ്റ്റ് ചെയ്യും, നീ വന്നോ, പക്ഷെ അവന്റെ വീട്ടുകാർ പറ്റുകയേ ചെയ്യില്ല. പക്ഷെ ഞാൻ എന്താ പറഞ്ഞ, എന്റെ മനസ്സിൽ എനിക്ക് അവനേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ ഇവനെ വിട്ടിട്ട് ഞാൻ വേറെ റിലേഷൻ, വേറെ മംഗളം കഴിച്ചാ എനിക്ക് വേറെ ആൾക്ക് അത് പറയാൻ പറ്റൂ, അത് അങ്ങനെ ഇങ്ങനെ നമുക്കത് മറക്കാൻ പറ്റൂ, എത്ര കൗൺസിലിംഗ് തന്നാലും മറക്കാൻ പറ്റൂ. പക്ഷെ എനിക്കങ്ങനെ പറ്റൂല. ബിക്കോസ് ഞാൻ അത്രമാത്രം ആത്മാർത്ഥമായി പ്രണയിച്ചതോ ആത്മാർത്ഥമായി സ്നേഹിച്ചതോ അവനും എന്നോട് അങ്ങനെ ചെയ്തതോ, ഒരു പെണ്ണിന്റെ ഏറ്റവും ബാഡ് സിറ്റുവേഷനിലാണ് ഒരു ആണുണ്ടായ ആ സമയത്തുണ്ടല്ലോ, ഭയങ്കര നമ്മളെ ലൈഫ് തന്നെ ചേഞ്ച് ആയിപ്പോ.
അപ്പൊ അങ്ങനെ എനിക്കും കുറെ ബാഡ് ഹിസ്റ്ററി ഉണ്ടായിരുന്നു, അവനക്കും ഉണ്ടായിന്. ഓക്കെ, അതല്ല ഇപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എന്താ പറയാ, പിന്നെ നമ്മള് മൂവിക്ക് പോയി പിടിച്ച്, പിന്നെ നമുക്ക് വേറെ ഇതില്ല, എന്താ പറയാ, വേറൊരു ഇതും ഉണ്ടായിട്ടില്ല, വഴിയും ഉണ്ടായിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞ എനിക്ക് ഏതായാലും നിന്റെ കൂടെ ജീവിച്ചാൽ മതി, നീ എന്നെ കൂട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആദ്യം പുള്ളിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, കാരണം ഞാൻ മുസ്ലിമും അവന് ക്രിസ്ത്യനും ഒക്കെ അല്ലേ, അപ്പം നമ്മളെ റിലീജിയന്റെ ആ ഒരു പ്രോബ്ലം വരേണ്ട വിചാരിച്ചു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല. അവൻ ചോദിച്ചു നീ എന്തുണ്ടെങ്കിൽ കൂടെ നിൽക്കു ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ കൂടെ നിൽക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അന്ന് ഞാൻ നിന്നെ മാത്രമേ സിൻസിയർ ആയിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. നമുക്ക് അഫെയർ ഉണ്ടായിരുന്നു മുന്നേ, ഇവനേക്കാൾ മുന്നേ, പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. പക്ഷെ ഇവന് ഭയങ്കര എനിക്കിത് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നമ്മള് കൊറേ കഷ്ടപ്പെട്ട്, പിന്നെ കൊറേ അടുത്ത് നിന്ന് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ചില സ്ഥലത്ത് നമുക്ക് നെഗറ്റീവ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്ന് ഡയറക്റ്റ് ഇവന്റെ വീട്ടിൽ വന്ന് കൊറേ നല്ല രസമുണ്ടായി. പിന്നെ നമ്മളെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഇപ്പൊ നമ്മള് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു 1 year കഴിഞ്ഞു എന്തായാലും. അപ്പോ നമ്മള് എന്താ പറയാ, ഇപ്പൊ കുറെ ആള് ചോദിക്കുന്നുണ്ട്, എന്നിപ്പം 1 year ആയതുകൊണ്ട് തന്നെ കുറെ ആള് ചോദിക്കുന്നുണ്ട് ബേബി ഇല്ലേ ബേബി ആയ, അങ്ങനെ ചോദിക്കുന്നുണ്ട് ചില ആൾ. പക്ഷെ ബേബി ആയെന്ന് വെച്ചാല് നമ്മള് അതിനുള്ള ട്രീറ്റ്മെന്റിലാണ്. അപ്പോ ഇഫ് അല്ലാഹ് വിൽസ് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം എന്റെ മനസ്സിൽ ഫുൾ ആകാം, കാരണം 1 year ആയി ഇപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്. അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ ഭയങ്കര ഇതിലുള്ളത്. കാരണം എന്താ പറയാ, നമുക്ക് നല്ല ലൈഫ് വേണ്ടേ, നമ്മൾ എത്ര കാലം വിചാരിച്ചിട്ടാ. പിന്നെ എന്താ പറയാ, എനിക്ക് നല്ല സങ്കടമുണ്ട്, കാരണം വീട്ടുകാരെല്ലാം വിട്ടിട്ട് വന്ന്. സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് 2 ചെറിയ സിബ്ലിങ്സ് ആണ്, ഒരു ബ്രദർ ഒരു സിസ്റ്ററും, ഞാനായിട്ടു എൽഡർ. അപ്പോ യങ്ങർ സിസ്റ്റർ ബ്രദർ ഒക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാം വിട്ടിട്ട് വന്ന് ഭയങ്കര വിഷമമുണ്ട്. വിഷമമില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്താ പറയാ, അവിടുന്ന് ആർക്കും, ഞാൻ അവിടെ ഉള്ള സമയം ആർക്കും എന്നെ വേണ്ട. കാരണം ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ടൈംസ് ഇല്ലേ, ബാഡ് സിറ്റുവേഷനില് സ്വന്തം പേരൻസ് ഉണ്ടാവണം. ഇപ്പൊ എന്റെ മോൾക്ക് അല്ലെങ്കിൽ എന്റെ മോനിക്ക് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ഞാൻ അവരെ കൂടെ നിൽക്കൂ. ഞാൻ പറയൂ, ഞാന് ഇപ്പം കുടുംബത്തിലുള്ള ആള് ആയിക്കോട്ടെ, പുറത്തുള്ള ആരും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, ഞാൻ അവരെ കൂടെ നിൽക്കൂല. പക്ഷെ എന്റെ ഫാമിലി എന്റെ കൂടെ നിൽക്കാണ്ട് അവന്റെ കൂടെ നിന്നത്. അപ്പം ഭയങ്കര ഒരു ട്രാജിക് എന്താ പറയാ സ്റ്റോറിയൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിന്. അപ്പൊ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, എന്തൊക്കെ ഉണ്ടായിന്, ഞാൻ എന്തൊക്കെ സഫർ ചെയ്ത്. പിന്നെ അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, കാരണം 1 year ആയി. അപ്പം നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാലോ, കല്യാണം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്. അതാ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോ ട്രീറ്റ്മെന്റിലാണ്. ഇപ്പം എല്ലാം ഓക്കെ ആവുമെന്ന് വിചാരിക്കാം. സോ താങ്ക് യു.